ഹലോ വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ ഞാനും മാമിയും മാത്രമേ ഉള്ളൂ. ആമിയുടെ സ്കൂളിൽ നിന്ന് ബുക്കും യൂണിഫോമും ഒക്കെ വാങ്ങാൻ വേണ്ടി പോവാണ്. ചേട്ടന് തിരക്കായതുകൊണ്ട് ഞാനും മാമിയും ബസ്സിലാണ് കേട്ടോ പോയത്. അപ്പോൾ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് സ്കൂളിലേക്ക് ഇതാ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മഴയ്ക്കൊക്കെ നല്ല കുറവുണ്ട്. സ്കൂൾ തുറക്കാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. എല്ലാവർക്കും ബുക്കും യൂണിഫോമും ഒക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇത് 6ാം ക്ലാസ്സിനും 3ാം ക്ലാസ്സിനും മാത്രമേ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ബുക്കൊക്കെ കിട്ടിയിട്ടോ. പക്ഷേ യൂണിഫോമിൻ്റെ ടോപ്പ് മാത്രമേ കിട്ടിയുള്ളൂ. കാരണം അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്ലാനിങ് ഒക്കെ ചുറ്റിപ്പോയി. കാരണം വരുന്ന വഴിക്ക് യൂണിഫോമൊക്കെ തയ്ക്കാൻ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നോട്ട് ബുക്കൊക്കെ സ്കൂളിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ. സ്കൂളിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ചട്ടയൊക്കെ ഉണ്ടായിരുന്നത്. തിരക്കൊക്കെ ആയി തുടങ്ങണേ ഉള്ളൂ. ഞങ്ങൾ നേരത്തെ വന്നത് കാരണം കൊണ്ട് തന്നെ വലിയ തിരക്കില്ലാത്ത ബുക്കും കാര്യങ്ങളൊക്കെ ഇനി ഇവിടുന്ന് നേരിട്ട് ഹോസ്പിറ്റലിലേക്കാണ്. ഹോസ്പിറ്റൽ തൊട്ടടുത്തായ കാരണം കൊണ്ട് അവിടെയും കൂടി ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആമി കുട്ടിക്ക് 2 ദിവസമായി ചെറിയൊരു വയറുവേദന തുടങ്ങി. ടോക്കണൊക്കെ നോക്കിയിരുന്ന് കുറച്ച് നേരം അവിടെയും വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. ഡോക്ടറെ കാണിക്കാൻ എടുക്കുന്നേക്കാളും കൂടുതൽ സമയം എവിടെയാണ് നമ്മളെ പോവാച്ചാൽ ഫാർമസിയിൽ നിന്ന് മരുന്ന് കിട്ടാനാണ്. എന്തായാലും എല്ലാം കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 12 മണിയായി. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആമിക്ക് എന്തെങ്കിലും ഒരു അല്ലറ ചില്ലറ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടും കുറേ കടകളൊക്കെ കയറി ഇറങ്ങി അവസാനം ഒരു ഓട്ടോ പിടിച്ച് ഇനി വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇനി സ്കൂളൊക്കെ തുറക്കാൻ പോകാണല്ലോ. സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ പോയി നിൽക്കാനൊന്നും സമയം കിട്ടില്ല. ഈ സമയത്ത് ഏതായാലും ഏട്ടനും വീട്ടിലില്ലാത്തതുകൊണ്ട് പിന്നെ ചേച്ചിയും അനിയത്തിയും എല്ലാവരും കുട്ടികളെല്ലാവരും കൂടിയിട്ട് നല്ല രസമാണല്ലോ. അപ്പോൾ കുറച്ച് ദിവസം ഇനി വീട്ടിലാണ്. ആമി സ്ഥിരമായിട്ട് സ്കൂളിലേക്ക് പോകണ ഓട്ടോയിലാണ് കേട്ടോ നമ്മളിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പോണത് 2 ദിവസം നിൽക്കാനാണെങ്കിൽ നമ്മളുടെ അടുത്ത് എപ്പോഴും ഇത്രയും വലിയൊരു ബാഗ് ഉണ്ടാവും. കാരണം ദിവസം നീട്ടി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡ്രസ്സൊക്കെ കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എപ്പോൾ പോകുമ്പോഴും ഇങ്ങനെ വലിയൊരു ബാഗും കൊണ്ടാണ് പോവുക. കുറേ ദിവസമായിട്ട് നിർത്താതെ രാത്രിയും പകലൊക്കെ മഴയില്ലായിരുന്നു. ഇന്ന് എന്താണെന്നറിയില്ല, ചെറിയ രീതിയിൽ വെയിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. പാടത്തൊക്കെ കുറേശ്ശെ വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പോരാത്തതിന് നമ്മളെ റോഡ് പണി തകൃതിയായിട്ട് നടക്കുന്നുണ്ടല്ലോ. നമ്മൾ താമസിക്കുന്നോടന്ന് വീട്ടിലേക്ക് പോകാൻ വലിയൊരു ദൂരമൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം നമ്മളെ വീട്ടിൻ്റെ ആ ഭാഗത്തേക്ക് എത്താനായിട്ടുണ്ട്. റോഡ് പണിയും അതുപോലെ തന്നെ പാലം പണിയും എല്ലാം കൂടെ റോഡൊക്കെ ആകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുക. ഹൈവേന്ന് ഞങ്ങളെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി കട്ട് ചെയ്യുന്ന ഒരു കുഞ്ഞൊരു പാലം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയാണ് ഇപ്പോൾ ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം നമ്മളെ വീട്ടിൻ്റെ അവിടേക്ക് എത്താനായിട്ടുണ്ട്. നല്ലോണം മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ താഴെയുള്ള വലിയൊരു പാലം ഉണ്ട്. അവിടെ നിറച്ചും വെള്ളം ഈ പാടവും തോടും എല്ലാം കൂടിയിട്ട് ഒപ്പം 2-3 ദിവസമായിട്ട് നിർത്താതെ പെയ്ത മഴയുടെ വെള്ളമാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. മഴ ശരിക്കും നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ റോഡൊക്കെ മൂടുന്ന രീതിക്ക് വെള്ളം ഉണ്ടാവാറുണ്ട്. നാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കേണ്ട കാര്യമൊക്കെ മറന്നു പോയി. പോരാതെ നല്ല വിശപ്പം. ഇനി വീട്ടിൽ ഓടി കയറി കഴിഞ്ഞാൽ ആദ്യം ഭക്ഷണം കഴിക്കാനുള്ള തിരക്കാണ്. ആമയുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്, കൂടെ തന്നെ പൊന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ദിവസം വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്